ഹായ്, എല്ലാവർക്കും മലബാർ കിച്ചൺ ടൈമിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെറുനാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണ്. ഇനി ആരും നാരങ്ങച്ചാറ് ഉണ്ടാക്കിയിട്ട് നേരായിട്ടില്ല എന്ന് പറയണ്ട. അപ്പോൾ ഈ ടേസ്റ്റി ആയിട്ടുള്ള നാരങ്ങച്ചാറ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഒപ്പം തന്നെ ലൈക്കും ചെയ്യുക. അപ്പോൾ ഞാനിവിടെ കുറച്ച് നാരങ്ങ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ആവി കൊള്ളിച്ചെടുക്കണം. അപ്പോൾ ഒരു ഓട്ടത്തട്ടിലേക്ക് വെച്ചിട്ട് ഒന്ന് ആവി കൊള്ളിച്ചെടുക്കാം. കഴുകി നല്ലപോലെ തുടച്ചിട്ടാണ് ആവി കയറ്റാൻ വെക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ആവി കയറ്റിയെടുക്കണം. അപ്പോൾ നാരങ്ങ ഇതേ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് നീളത്തിലൊന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ അതും കൂടെ ചെയ്തെടുക്കാം. അപ്പം ഞാൻ അരിഞ്ഞിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് കായപ്പൊടിയും ഉപ്പും കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇതുപോലെ നീളത്തിലാണ് കേട്ടോ ഞാൻ നുറുക്കിയെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അങ്ങനെ ചെയ്തെടുക്കാം. ഇനി ഞാനിതിലേക്ക് കായപ്പൊടി, 1 ടീസ്പൂൺ കായപ്പൊടി, സാമ്പാർ കായപ്പൊടിയാണ്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. എന്നിട്ടാണ് ഇനി ബാക്കിയുള്ള പരിപാടികളൊക്കെ. അപ്പോൾ ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്കൊരു മസാല ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ 2 ഗ്രാമ്പൂ 2 ഏലക്കായ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ, പിന്നെ ഒരു 1/2 ടീസ്പൂൺ കടുകും കൂടി ചേർത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് വറുത്തെടുത്തിട്ട് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഉലുവ കൂടി പോവരുത്. ഞാനൊരു 10 നാരങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് ഞാനിവിടെ ഉലുവയും കടുകൊക്കെ എടുത്തിട്ടുള്ളൂ. നിങ്ങൾ എത്രയാണോ നാരങ്ങ എടുക്കുന്നത് അതിനനുസരിച്ച് കൂട്ടിയെടുക്കാം. അപ്പോൾ ഇത് കണ്ടില്ലേ, ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഉണ്ടാക്കി തുടങ്ങാം, അച്ചാർ ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഒരു അലുമിനിയം ചട്ടി ഞാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നല്ലെണ്ണയാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. നല്ലെണ്ണയിൽ ഉണ്ടാക്കി കേട് വരില്ല, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് ഒരു കാര്യമാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു ഉണ്ട വെളുത്തുള്ളി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. നല്ലെണ്ണ ചൂടായി വരുമ്പോൾ അതൊന്ന് അതിൻ്റെ പച്ചമണം മാറി വരുമ്പോൾ നമുക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി നുറുക്കിയതും കൂടെ ഉണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ ഉള്ളിയൊക്കെ മൂത്തിട്ട് നല്ലൊരു മണം വരുന്നുണ്ട്. ഇതിലേക്ക് ഇഞ്ചി ചെറുതാക്കി നുറുക്കിയത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഇതിൻ്റെ ഒന്ന് പച്ചമണം മാറുന്ന വരെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ നാരങ്ങ അച്ചാറിന്. നിങ്ങൾ വീട്ടിലെല്ലാവരും മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ പച്ചമണം മാറി വരുന്നുണ്ട്. ഇനി ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് പച്ചമുളകാണ്. പച്ചമുളക് പറഞ്ഞാൽ കാന്താരി മുളകാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഒരു 3-4 കാന്താരി ഇതുപോലെ ചെറുതാക്കി നുറുക്കിയതൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റാം. എന്നിട്ട് ആ എണ്ണയിൽ തന്നെയാണ് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മൂത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്നൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. അപ്പം ഞാൻ ഉള്ളിയൊക്കെ ഒന്നൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് കടുകൊക്കെ ഒന്ന് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സാധാ മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്, നല്ല എരിവുള്ള മുളക് പൊടി തന്നെയാണ്. അപ്പം ഞാനിവിടെ ഒരു 3 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. സിമ്മിലിട്ടിട്ട് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ആക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ 1 ടീസ്പൂണും കൂടെ മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഒന്നും കൂടെ നല്ലോണം ഇളക്കി കൊടുക്കാം. ഇനി ഇത് നല്ലോണം മിക്സാക്കി വരുമ്പോഴേക്കും ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കാം.
ഇതിപ്പോൾ എണ്ണയിലേക്ക് മുളക് പൊടി ഇട്ട് മൂപ്പിച്ചെടുത്താൽ തന്നെ നല്ലപോലെ അച്ചാറിന് കളർ ഉണ്ടാവും. അപ്പോൾ ഞാനിതിവിടെ നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ നുറുക്കി വെച്ച നാരങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ മുഴുവനും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പില്ലെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ സിമ്മിലാണ് ചെയ്തെടുക്കുന്നത്. ഇതിപ്പോൾ എല്ലാതും കൂടെ മിക്സാക്കി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. അല്ലാതെ ഇനി ഇത് വേറെ കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഞാൻ മൂപ്പിച്ചെടുത്ത ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടിച്ച് വെച്ച മസാല ഉണ്ടല്ലോ, ഏലക്കായ, ഗ്രാമ്പൂ, ഉലുവ, കടുക്, ഇതൊക്കെ പൊടിച്ചെടുത്തത് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം. നല്ല മണം വരുന്നുണ്ട് ആ പൊടിയൊക്കെ ഒന്ന് ചേർത്തപ്പോൾ. ഇനി ഞാനിതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. ആ എരിവും പുളിയും കയ്പ്പൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1.5 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഉപ്പൊന്നുമില്ലെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാനപ്പോൾ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവായിരുന്നു. കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിന് കുറച്ച് ഉപ്പ് മുന്നിട്ട് നിൽക്കണം നാരങ്ങാച്ചാറിന്. എന്നാലേ ഉള്ളൂ നമ്മൾ എടുത്ത് കഴിക്കാനാകുമ്പോഴേക്കിന് ഉപ്പൊക്കെ ഒന്ന് പാകമായി വരുള്ളൂ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെറുനാരങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് ഇതിന്. ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യൂ. അടിപൊളിയാണ്. നല്ല മണവും രുചിയൊക്കെ ഉണ്ട് ഇതിന്. അപ്പോൾ വീട്ടിൽ ട്രൈ ചെയ്യാൻ മറക്കരുത്. ഇനി ഞാനിതൊരു ചില്ലുകുപ്പിയിലേക്ക് ഇട്ട് വയ്ക്കുകയാണ്. ഭരണിയിലോ ഇതുപോലത്തെ ചില്ലുകുപ്പിയിലൊക്കെ ഇട്ട് വയ്ക്കാം. ഒട്ടും വെള്ളം നനവ് പറ്റില്ല. അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന സ്പൂണൊക്കെ ഉണ്ടാവുമല്ലോ, അതൊന്നും വെള്ളം നനവ് പറ്റില്ല. പെട്ടെന്ന് പൂപ്പൽ വരും. അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിവിടെ കുപ്പിയിലാക്കിയിട്ട് പുറത്താണ് വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ മേലെ കൂടെ കുറച്ചും കൂടി എണ്ണ ഒഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നല്ലെണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ടിട്ട് ഇതിൻ്റെ മേലെ ഇതുപോലൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. പുറത്താണ് വയ്ക്കുന്നത്. ഫ്രിഡ്ജിലൊന്നും ഞാൻ കയറ്റി വയ്ക്കുന്നില്ല. അപ്പോൾ അതൊന്ന് മുങ്ങിക്കിടക്കാൻ മേലെ ഒന്ന് ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നാൽ പൂപ്പലൊന്നും വരില്ല. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലൊന്ന് ഞാൻ മേലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ലെണ്ണ ചൂടാറിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിത് പുറത്താണ് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരാഴ്ചയൊക്കെ ആകുമ്പോഴേക്കും എടുത്ത് കഴിക്കാനുള്ള പാകത്തെ ടേസ്റ്റും ഒക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ മറക്കാതെ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കേട്ടോ. അടുത്തൊരു ഡിഷായിട്ട് വീണ്ടും കാണാം. താങ്ക്